കലാച്ചി സിൻ നോവൽ വിവാദത്തിൽ ഹരിത സാവിത്രിക്ക് മറുപടിയുമായി കെ.ആർ. മീര. കലാച്ചി നോവൽ കോപ്പിയടിയാണെന്ന ആരോപണം തള്ളി കെ.ആർ. മീര രംഗത്തെത്തി. 2020 മുതൽ നോവൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചിരുന്നു. അതെങ്ങനെ 2022 ഇറങ്ങിയ സിന്നിന്റെ കോപ്പിയടിയാകുമെന്നാണ് കെ.ആർ. മീര ചോദിക്കുന്നത്. കലാച്ചിയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണോ സിൻ എഴുതിയത് എന്ന് സംശയമുണ്ട്. കലാച്ചി പുസ്തകമാക്കുന്നതിന് മുൻപ് 10ലേറെ പേർ ഡ്രാഫ്റ്റ് വായിച്ചിട്ടുണ്ട് എന്നും അവരിൽ ആർക്കും മറ്റേതെങ്കിലും ഒരു രചനയുമായി സാമ്യമുള്ളതായി തോന്നിയിട്ടേയില്ല എന്നും വിശദീകരണമുണ്ട്. അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കൊപ്പം. അർജുൻ, അപ്പോൾ കുറേ ദിവസങ്ങളായി തന്നെ ഈ ഒരു വിവാദം സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം ഈ എഴുത്തുകാരുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ ഇടയിൽ ഇക്കൂട്ടരെ തന്നെ ഒരു രണ്ട് ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് ഈ കൂട്ടർ എന്താണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു രണ്ട് വ്യക്തികളുടെ കൂടെ ചേർന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അവരുടെ അവകാശവാദങ്ങളും നിലപാടുകളുമൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലാണ് ഇപ്പോൾ ഇന്നലെ കെ.ആർ. മീര ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, വിശദീകരണം നൽകാൻ ശ്രമിച്ചത്. ഇതോടുകൂടി അവസാനിക്കുമോ ഈ വിവാദം? ഷിഹാസ്, രണ്ട് എഴുത്തുകാരുടെ രണ്ട് കാലങ്ങളായി പുറത്തിറങ്ങിയ രണ്ട് സൃഷ്ടികൾ, അവയിലെ ആശയം തമ്മിൽ സാമ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം അതിൽ കോപ്പിയുടെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇതിൽ ആദ്യം ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സിൻ എന്ന നോവൽ എഴുതിയ ഹരിത സാവിത്രിയാണ്. പ്രശസ്ത എഴുത്തുകാരി കെ.ആർ. മീരയുടെ കലാച്ചി എന്ന നോവലിനെതിരെയായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി കെ.ആർ. മീര തന്നെ രംഗത്ത് വരുന്നത്. 2019 പൗരത്വ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് താൻ ഈ നോവൽ എഴുതി തുടങ്ങിയത്. മാത്രവുമല്ല 2020 മുതൽ ട്രൂ കോപ്പി തിങ്ക് എന്ന വെബ്സീരിയൽ ഇതൊരു ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ 2020 നവംബർ മുതൽ തന്നെ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വെബ്സൈറ്റിൽ വരികയും ചെയ്തിരുന്നു. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് 2022 മാത്രമാണ് ഹരിത സാവിത്രിയുടെ നോവൽ പുറത്തിറങ്ങുന്നത്. ഇതിൽ ആരെയാണ് കോപ്പി അടിച്ചത് എന്ന സംശയം കൂടി കെ.ആർ. മീര മറുപടിയായി തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി എഴുത്തുകാർ, ഏതാണ്ട് 10ഓളം എഴുത്തുകാരെങ്കിലും ഈ തൻ്റെ ഡ്രാഫ്റ്റ് വായിക്കുകയും അതിനുശേഷം അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇതിൽ മറ്റേതെങ്കിലും ഒരു രചനയുമായി ഇതിന് സാമ്യമുണ്ട് എന്ന തരത്തിൽ ആരും തന്നെ ഒരു സംശയം പോലും ഉന്നയിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഇത്തരമൊരു ആരോപണം വരുന്നതിൽ ദുരൂഹതയുണ്ട് എന്നാണ് കെ.ആർ. മീര പറയുകയും ചെയ്തത്. മാത്രവുമല്ല നിലവിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഹരിത സാവിത്രി തന്നെ ഈ കലാച്ചി എന്ന തൻ്റെ നോവൽ വായിക്കുകയും അതിനുശേഷം തന്നെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു സാഹിത്യോത്സവത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഓടിവന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. കോട്ടയത്തെ വീട്ടിൽ വന്ന ഈ സൃഷ്ടി എഴുതിയ കലാച്ചി എന്ന നോവൽ എഴുതിയ ആ വിരലുകളിൽ ഒന്ന് ഉമ്മ വെക്കണം എന്നടക്കം പറഞ്ഞിരുന്നു എന്നാണ് കെ.ആർ. മീര പറയുന്നത്. മാത്രമല്ല മെസ്സഞ്ചറിലൂടെ ഈ ശബ്ദ സന്ദേശങ്ങളടക്കം അഭിനന്ദിച്ചുകൊണ്ട് അയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഇത്തരമൊരു സംശയം അല്ലെങ്കിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഇപ്പോൾ കെ.ആർ. മീര ചോദിക്കുകയും ചെയ്തത്. മാത്രവുമല്ല മുൻപ് ഇത്തരത്തിൽ തൻ്റെ ആരാച്ചർ എന്ന നോവൽ ജനങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തിൻ്റെ പ്രഭവ കേന്ദ്രവും തനിക്കറിയാം എന്നും കെ.ആർ. മീര പറയുന്നുണ്ട്. എന്തായാലും വിവാദങ്ങൾ കൊഴുക്കുകയാണ്. മലയാള സാഹിത്യ ലോകത്തെ രണ്ട് എഴുത്തുകാർ തമ്മിൽ ഇത്തരം കോപ്പിയുടെ ആരോപണം ഉന്നയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. പല എഴുത്തുകാരും ഈ രണ്ട് എഴുത്തുകാരുടെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് പരസ്പരം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തായാലും ഇതൊരു നിയമ പോരാട്ടത്തിലേക്കും മറ്റും കടന്നിട്ടില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വിവാദങ്ങൾ തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകി.